നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ട്രഷറിയിലേക്ക് അടയ്ക്കാൻ കൊണ്ടുപോയ 15 ലക്ഷം രൂപ കൊണ്ടേ ഇവിടുത്തെ പുന്നാര മോൻ മര്യാദ പുരുഷോത്തമൻ അങ്ങ് മുങ്ങിയത്. പോലീസേ അവൻ അന്വേഷിച്ച് നടക്കുക. നീ കാര്യമായിട്ട് പറഞ്ഞാണോ? ഞാനെന്തിനാ നമ്മോട് നുണ പറയുന്നേ? സത്യവാ. അമ്മയുടെ തലയെ കൈവച്ച് വേണമെങ്കിൽ സത്യം ചെയ്യാം. ഞാൻ എന്തിനു നിർത്തണം? ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും നാളെ എന്നല്ലേ ഇവിടെ പറഞ്ഞോണ്ടിരുന്നത്. അതിനൊക്കെ ഒരു തിരിച്ചടി വേണ്ടേ? പ്രമാണവും കാശുമായിട്ട് മുങ്ങിയെന്ന് എന്നെ പറ്റി പറഞ്ഞു നടന്നല്ലേ ഇവരെല്ലാം. ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും കള്ളൻ ആരാണെന്നും മുങ്ങിയത് ആരാണെന്നും. വേറെ ആരുമല്ല, മാഷിന്റെ ഉത്തമ പുത്രൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശ്. ഈ കുടുംബത്തിന്റെ അന്തസ്സും മര്യാദയൊക്കെ കളഞ്ഞതേ ഞാനല്ല, അവനാ. ഇനി നീ ഒരു വാക്ക് ആകാശിനെ പറ്റി പറഞ്ഞ അടിച്ചു നിന്റെ പല്ലെല്ലാം താഴെ ഞാൻ. ആകാശന്റെ പുന്നാര മോൻ തന്നെയാണ് ഉത്തമ പുരുഷൻ. അതെ, ആ ഉത്തമ പുരുഷനാ കാശും കൊണ്ട് മുങ്ങിയത്. അങ്ങനെ കാശ് കൊണ്ട് മുങ്ങാൻ ആകാശ് നിന്നെ പോലെ ഫ്രോഡൊന്നല്ലടാ. അവനൊരിക്കലും നിന്നെ പോലെ ചെയ്യൂല. അയ്യോ, എന്നാലേ അവന്റെ ഒരു ഫോട്ടോ തൂക്കി മാലയിട്ട് പൂജിക്ക്. അമ്മനൊന്നും മിണ്ടാൻ നിൽക്കുന്നേ, ചോദിക്കാൻ അങ്ങോട്ട്. അല്ല മാഷേ, ഇത്രയും നാൾ ആകാശിനെ കണ്ടു പഠിക്കണമെന്നാണല്ലോ ഇവനോട് പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ എന്തായി? ആകാശ് ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിലേ അതിന് കാരണം ഈ നിൽക്കുന്ന മാഷിനെ പെങ്ങടെ മോളാ. ഇവളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെലവാക്കാനായിട്ട് അവന്റെ കയ്യിൽ കാശ് കാണില്ല. ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടായിരിക്കും അവൻ ആ കാശ് എടുത്തോണ്ട് മുങ്ങിയത്. അമ്മേ, വായിൽ നാക്കൊണ്ടെന്ന് കരുതി എന്തും വിളിച്ച് പറയരുത്. പാവം ചാരുന്റെ മനസ്സ് കുത്തി നോവിച്ച് കരയിച്ച അമ്മയ്ക്ക് എന്ത് കിട്ടാനാ? ഇതൊരു വലിയ പാപമാണമ്മേ. എത്ര ജന്മം എടുത്താലും ഈ പാപം അമ്മ വിട്ട് പോവില്ല. ഓ മിണ്ടരിടയുടെ അവളൊരു വക്കാലത്തോട്ട് വന്നിരിക്കുക, ഒരു ഉപദേശക്കാരി. എടി, ഇവള് നിന്നോട് ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ സിനിമയ്ക്ക് പോണം, റെസ്റ്റോറന്റിൽ പോണോന്നൊക്കെ. ഇതിനൊക്കെ ചെലവ് ചെയ്യാൻ കാശ് വേണോ? എടി, അതെ, അഹങ്കാരോ അത്യാഗ്രഹമുള്ള പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരെ എത്ര സമ്പാദിച്ചാലും കാശ് കൈ കാണില്ല. വിഷം ചീറ്റി ചാരുമോളെ കരയിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ. മാഷേ വേണ്ട, അമ്മയുടെ മെക്കെട്ട് കയറാൻ നോക്കണ്ട. അമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാശ് കൊണ്ടവൻ മനഃപൂർവ്വം മുങ്ങിയതാ. നീ കണ്ടോ അവൻ കാശ് കൊണ്ടുപോയത്? നീ കണ്ടോ? ഞാൻ കാണുന്നത് എന്തിനാ? നാട്ടിലോട്ട് ഇറങ്ങ്, നാട്ടുകാരോട് ചോദിക്ക്, അവര് പറഞ്ഞുതരും. മോനെ, ഓ കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കും മോനെ. അതേ അടുത്തത്. എടാ, നീ മൈൻഡ് ചെയ്യണ്ടാ ഇതിനെയൊക്കെ. അളിയാ, ആകാശം നിന്റെ അനിയനാ. അവനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാനല്ല പറഞ്ഞത്, നാട്ടുകാരാ. തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല, നാണക്കേട്. അവന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത് അവന്റെ തന്നെ ഓഫീസിലെ ചീഫ് എഞ്ചിനീയറാ. അതറിയോ നിങ്ങക്ക്? എടാ, സത്യമാണോ? ആണമ്മേ. ആ ചീഫ് എഞ്ചിനീയർ ആണോടാ? അതെ അമ്മേ, അതെ. ഇവർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഒന്നും അറിയാത്തവൾ നിൽക്കുന്ന കണ്ടില്ലേ? കേസിൽ FIR ഇട്ടാലുണ്ടല്ല, പത്രത്തിലും ടിവിയിലൊക്കെ വാർത്ത വരും, ഫോട്ടോ സഹിതം. അതോടെ 1000 അങ്ങട് ഫേമസ് ആവും. മാഷിന്റെ അഭിമാനം അങ്ങട് ശൂന്യാകാശത്തേക്ക് പോവും. ഇങ്ങനെ ഒരുത്തനെ വളർത്തി വലുതാക്കിയത്. അങ്ങനെ ഒരു അവസ്ഥ എനിക്കോ എന്റെ കുടുംബത്തിനോ വരില്ലടാ. ദൈവത്തിൽ വിശ്വസിക്കുന്നതാണോ ഞാൻ. സത്യത്തെ ഇല്ലാതാക്കാൻ ഒരു ദൈവം കൂട്ടുവെക്കില്ല. കാണാം നമുക്ക്. നീ എന്ത് കാണിക്കാനടാ? നീ എന്ത് കാണിക്കാൻ? മാറാ അങ്ങോട്ട്. മാഷാണ് പോലും മാഷ്. എടാ, നീ ഇങ്ങോട്ട് വന്നേ, വരാൻ. ശ്രേയ, എനിക്ക് നിങ്ങൾ ശരിക്കും ദൈവത്തെ പോലെയാ. എന്താ അങ്ങനെ പറഞ്ഞത്? ശ്രേയ ചെയ്തത് ഒരു നിസ്സാര കാര്യമല്ലല്ലോ.
അതും വൃത്തിയായിട്ട് ചെയ്തു.